അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഒരു ഫാത്തിഹ ഓതുക. എപ്പോഴും ഫാത്തിഹ വേണം കേട്ടോ. നമ്മൾ ഏത് കാര്യത്തിനും ഒരു ഫാത്തിഹ ഓതണം. അത് വളരെ നല്ല കാര്യമാണ്. ഏത് പ്രധാനപ്പെട്ട സഹസ്രങ്ങൾ നോക്കിക്കോളി, എല്ലാ വർത്താനം പറയും. അവസാനം അൽ ഫാത്തിഹ എന്നാരെങ്കിലും പറഞ്ഞാൽ 2 എണ്ണം അപ്പം എല്ലാം പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയുണ്ടാവും. പ്രധാനപ്പെട്ട സഹസ്രങ്ങളൊക്കെ നോക്കുകൊണ്ടു. അൽ ഫാത്തിഹ ഇബ്ലീസ് കരഞ്ഞ സാധനമാണ്. ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് ഓന്നൊലൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് നൊലോളി വരും ഫാത്തിഹ പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഫാത്തിഹ കൊണ്ട് നടക്കണം. അപ്പോൾ ഒന്ന് ഫാത്തിഹ ഓതുക, ഒരു ഫാത്തിഹ. പിന്നെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. പിന്നൊരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. പിന്നൊരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിലൊന്നിങ്ങനെ തടവുക. എത്തുന്ന സ്ഥലത്തൊക്കെ തടവുക. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ തടവുക. 3-ാം പ്രാവശ്യം ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് തല മുതൽ കാല് വരെ തടവുക. പിന്നെ ഒരായത്തുൽ കുർസി ഓതുക. പിന്നെ സുബ്ഹാനല്ലാഹ് 33. ഞാനത് പറയുമ്പോൾ കുറേ നേരം ഉണ്ടെങ്കിലും ചെയ്യാനൊക്കെ കൂടി 5 മിനിറ്റ് വേണ്ട കേട്ടോ. പറയുമ്പോൾ അങ്ങനെ വിശദമായിട്ട് പറയായതുകൊണ്ട് അങ്ങനെ തോന്നുന്ന സമയം എന്നുള്ളൂ. ഇതൊക്കെ കൂടി ചെയ്യാൻ ആകെ 5 മിനിറ്റാണ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകം നിർദ്ദേശിച്ചതാണ്. ആസുകല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിമുറിയായിട്ട് അപ്പോൾ ഫാത്തിമ ബീവി അറിഞ്ഞു, യുദ്ധത്തിൽ തടവുകാരായി കിട്ടിയ അടിമകളെ എല്ലാവർക്കും വീട്ടുജോലിക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഫാത്തിമാക്ക് തോന്നി. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ, ഒന്നിനിക്കും കിട്ടിയാൽ തിരക്കടില്ല, കയ്യൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ടല്ലോ. മുത്തുനബിനെ കാണാൻ വേണ്ടി ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ പള്ളിയിലാണ്. ഇളയമേണ് അവിടെ ഉള്ളത്, ആയിഷ ബീവി. ഇളയമാട് പറഞ്ഞു, ഇളയമ്മ അങ്ങോട്ടൊക്കെയാണ് എൻ്റെ കൈ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട്. വാപ്പ എല്ലാവർക്കും വീട്ടുജോലിക്ക് അടിമകളെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. എനിക്കും ഒരടിമനെ തരാൻ പറയുണ്ടൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫാത്തിമ മോള് വന്നിരുന്നു, കൈയൊക്കെ ആകെ മുറിയായിട്ടുണ്ട്, എല്ലാവർക്കും ഫ്രീ ആയി അടിമകളെ വിതരണം ചെയ്യുന്നുണ്ട്, ഫാത്തിമാക്കും ഒരടിമയെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചിടാൻ വേണ്ടി ഒരുങ്ങിയ കുപ്പായം അങ്ങനെ തന്നെ ഇട്ടിട്ട് അലിയാരും ഫാത്തിമ ബീവിയും താമസിക്കുന്ന വീട്ടിൽ പോയി. രണ്ടാളും കടന്നിട്ടുണ്ട് കട്ടിലുമേ. തലൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, ഫാത്തിമ മോള് വീട്ടിൽ വന്നിരുന്നില്ലേ? വീട്ടു ജോലി ചെയ്തിട്ട് കൈയൊക്കെ പൊട്ടിമുറിയായിട്ടുണ്ടല്ലേ മോളെ? ഒരടിമ സ്ത്രീയെ അല്ലെങ്കിൽ ഒരടിമയെ കിട്ടിയാൽ തരക്കടില്ല എന്ന് ഈ പറഞ്ഞില്ലേ? ബാപ്പാൻ്റെ മോൾക്ക് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഏതിനേക്കാൾ? വീട്ടു ജോലിക്ക് അടിമയെ കിട്ടുന്നതിനേക്കാൾ ഹൈറായ കാര്യം. നല്ലോണം ശ്രദ്ധിക്കണം. ഇതാറത്തി മദ്ജാക്കി, ഫാത്തിമ നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫഖൂലി നീ പറയുക സുബ്ഹാനല്ലാഹ് സലാസം വസലാസീൻ 33 സുബ്ഹാനല്ലാഹ്, വഖൂലി അൽഹംദുലില്ലാഹ് സലാസം വസലാസീൻ 33 അൽഹംദുലില്ലാഹ്, വഖൂലി അല്ലാഹു അക്ബർ 34 34 അല്ലാഹു അക്ബർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോള് ഫാത്തിമ ബീവി വീട്ടത്തെ ജോലി ചെയ്തിട്ട് കൈ പൊട്ടി മുറിയായിട്ട് അടിമനെ ചോദിക്കാൻ ചെന്നപ്പോൾ വീട്ടു ജോലിക്ക് അടിമയെ തരുന്നതിനേക്കാൾ ഹൈറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്ത ദിക്ർ. എന്താ അതിൻ്റെ രഹസ്യം? ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33
അല്ലാഹു അക്ബർ 34 പതിവാക്കിയാൽ വീട്ടുജോലിക്ക് ആളെ വെക്കേണ്ടി വരൂല. അതാ രഹസ്യം. ഇന്ന് വരേത്തെ പണി നനച്ചുള്ളി എളുപ്പമോ? ഷാബാൻ മാസം നനച്ചുള്ളിയാണ്. ആളെ വെച്ചു. എന്തേ കാര്യം? വെഞ്ച തണ്ടൽ വേദന. എന്തേ? സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ഫാത്തിമ മോള് വീട്ടുജോലിക്ക് ആളെ ചോദിച്ചപ്പോൾ അതിനേക്കാൾ ഹൈറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. എത്രയപ്പോൾ ഇതിനെ കൂടി നേരം വേണ്ടത്? ആകെ 5 മിനിറ്റ്. സുബ്ഹാനല്ലാഹ് 33 അല്ല, അൽഹംദുലില്ലാഹ് 33 അല്ല, അല്ലാഹു അക്ബർ 34 അല്ല. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം സംസാരിക്കാതിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. 1, ഉറങ്ങുന്നവൻ്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയൂല, ഉണർച്ചയിലാണ് മുറിയുക. 2, ഉറങ്ങുന്നവൻ്റെ വുളൂ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉറങ്ങുന്നവൻ്റെ വുളൂ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുക. ഒരാൾ ഒതുണ്ടാക്കിയാണ്ട് ഉറങ്ങി, ആ ഒതു എപ്പോഴാണ് മുറിയുക? ഉണരുമ്പോഴാണ് മുറിയുക. അല്ലാതെ ഉറക്കത്തിൽ കീഴുവായോ ആയാൽ ഒതു മുറിയില്ല. ഉറക്കത്തിൽ അവരത്തമ്മ തൊട്ടാലും മുറിയില്ല. ഉണരുമ്പോൾ മുറിയും. ഉണരുന്നത് വരെയും മുറിയില്ല. നമ്മൾ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ. മയ്യത്ത് ഒതുണ്ടാക്കിയതിന് ശേഷം മയ്യത്തിൻ്റെ ആവറത്ത് തൊട്ടാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ട. മയ്യത്തിൽ നിന്ന് മൂത്രമോ അല്ലെങ്കിൽ മറ്റോ വന്നാലും ഒതുണ്ടാക്കണ്ട. എന്താ കാരണം? മയ്യത്തിൻ്റെ ഒതു മുറിയില്ല. എന്താ മുറിയാതിരിക്കാൻ കാരണം? മയ്യത്ത് ഉണരുന്നില്ല എന്നതാണ് കാരണം. ഉറങ്ങുന്നവൻ്റെ ഒതു ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണരുമ്പോഴാണ്. അതിനാൽ ഒതു ഉണ്ടാക്കി ഉറങ്ങിയാൽ ഉണരുന്നത് വരെയും അവൻ ഒതുയിലായിരിക്കും. അതാണ് ഗുണം. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒതുവോടുകൂടെയായിരിക്കും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നത്. ഇതുപോലെ ഉറങ്ങുന്നവൻ്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് അങ്ങനാണ്ട് ഉറങ്ങി. ഉറക്കത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴാണ് മുറിയുക? ഉണരുമ്പോൾ മുറിയും. അപ്പോൾ അവൻ ആയിക്കത് ദിക്ർ ചെല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അങ്ങനെയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന് ശേഷം പിന്നെ വർത്താനം പറയരുത്. പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വർത്താനം പറയേണ്ടി വന്നാൽ എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞതിൻ്റെ ശേഷം ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടക്കണം. അതിന് മുമ്പുള്ളതൊന്നും ഞാൻ ആവർത്തിച്ച് ചെല്ലണ്ട. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് വർത്താനം പറയാതെ ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം വിരിപ്പ് പഴയതുപോലെ വിരിക്കണം. ഉറങ്ങാൻ എങ്ങനെയാണോ വിരിച്ചത് അതേമാതിരി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിരിക്കണം. പുതപ്പ് മടക്കിയിട്ട് തലയണയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ വെച്ചിട്ട് പല്ല് തേക്കാനും ഒതുണ്ടാക്കാനും മൂത്രയിക്കാനും പോകണം. ഇങ്ങനെ ഉറക്കം ക്രമീകരിക്കണം. ഉറക്കം ക്രമീകരിച്ചാൽ മരണം ക്രമീകരിക്കാം. അത് ജീവിതത്തിൻ്റെ വലിയൊരു ബർക്കത്താണ്. ഒരു മനുഷ്യൻ്റെ ഉറക്കം അപ്പോൾ 4 കാര്യങ്ങൾ ശരിയാക്കുക. 1, ബിസ്മി ദായിമാക്കുക. 2, വലത്തേതിനെ മുന്തിക്കുക. 3-മത്തേത് എല്ലാ കാര്യങ്ങൾക്കും വുളൂ ചെയ്യുക. 4-മത്തേത് ഉറക്കം ക്ലിയറാക്കുക. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.